ഹായ് ഹലോ എവ്രി വൺ, ഞാൻ ഡോക്ടർ ഷംന സിദ്ദിഖ്, ജീവ നാച്ചുറൽസ്. അങ്ങനെ വീണ്ടും ഒരു റംസാൻ മാസം വന്നെത്തി നിൽക്കുന്നു. സഹനശീലത്തിന്റെ മാസമായിട്ടുള്ള, അതുപോലെ തന്നെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ നിയന്ത്രിക്കാനും സഹജീവികളോടുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കാനും, അതുപോലെ തന്നെ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനകളിൽ ഒന്നായിട്ടുള്ള നോമ്പിന്റെ മാസമായിട്ടുള്ള റംസാൻ മാസം. ഇത് മാത്രവുമല്ല, നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഒന്ന് ശുദ്ധീകരിക്കുന്നതിനും റമസാനിലെ ഉപവാസം ഉപകാരപ്പെടുന്നുണ്ടെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. മുസ്ലിംകൾ മാത്രമല്ല, മറ്റൊട്ടനവധി മതസ്ഥരും റമദാൻ മാസം. എന്നാൽ ഈ പറയുന്ന ഗുണങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് റമദാൻ മാസത്തിലെ ഭക്ഷണ രീതികൾ. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ അത്താഴത്തിലാണ്. അത്താഴം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരും അത്താഴം സ്കിപ്പ് ചെയ്യാറുണ്ട്. ആദ്യത്തെ ഒരു 3-4 ദിവസം അത്താഴം കഴിക്കും, ബാക്കി എല്ലാ നോമ്പും നോക്കുന്നത് അത്താഴം സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും. ഇതൊരു വലിയ അബദ്ധമാണ്. ഒരു നോമ്പ് പിടിക്കുന്ന ആളെ സംബന്ധിച്ച്, ഒരു നോമ്പുകാരനെ സംബന്ധിച്ച് അത്താഴം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ അന്നത്തെ ദിവസത്തിലേക്കുള്ള ഊർജ്ജം മൊത്തം കിട്ടുന്നത് ഈ അത്താഴത്തിൽ നിന്നാണ്. പലപ്പോഴും അത്താഴം പ്രോപ്പറായിട്ട് കഴിക്കാത്തതിൻ്റെയാണ് നോമ്പ് സമയത്ത് നമുക്ക് നെഞ്ചരിച്ചിലും അസിഡിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള പ്രധാന കാരണം. അതുപോലെ തന്നെ നമുക്കൊരു ദിവസത്തെ ഊർജ്ജത്തിനുള്ള പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന അത്താഴത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ അത്താഴത്തിൽ നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ചെറിയൊരു പോർഷൻ നല്ല തവിട് നിറഞ്ഞിട്ടുള്ള അരിഭക്ഷണം കഴിക്കണം. അതോടൊപ്പം കുറച്ച് സാലഡ്സ് അല്ലെങ്കിൽ ഇലക്കറികൾ, പച്ചക്കറികൾ അടങ്ങിയ ഒരു പോർഷൻ വേണം. കാരണം അതിൽ ഒത്തിരി ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അത്താഴത്തിന് സാലഡ്സ് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്, കാരണം അതിൽ ഒത്തിരി ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈബേഴ്സ് അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ കഴിച്ച ഭക്ഷണം പെട്ടെന്ന് ദഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പെട്ടെന്ന് ദഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിശക്കും. അതുകൊണ്ട് അത്താഴ സമയത്ത് സാലഡ്സ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കാതിരിക്കാനും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് വിശക്കാതിരിക്കാനും സഹായിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഈ അരിയുടെ കൂടെ നല്ല വെജ് കുറുമ കറി, ഗ്രീൻ പീസും ക്യാരറ്റും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള, തേങ്ങാപ്പാലൊക്കെ അരച്ചിട്ടുള്ള വെജ് കുറുമ കറി എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഈ ഫ്രൂട്ട്സിൽ അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ്, ഈ ഓറഞ്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും ഒന്നും കൂടി പ്രിഫറിങ്. കാരണം അധികം പുളിയുള്ള ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചരിച്ചിലും അസിഡിറ്റി ഒക്കെ നോമ്പിന്റെ സമയത്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ആപ്പിള്, തണ്ണിമത്തന് പോലത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാം. ഇതോടൊപ്പം തന്നെ നട്ട്സ്, ബദാംസ്, കാഷ്യൂസ് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു 2-3 നട്ട്സ്, ബദാംസ് ഒക്കെ ഇതിൻ്റെ ഒപ്പം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണ്. അതുപോലെ തന്നെ നല്ല എനർജി തരും. പിന്നെ കാരൊക്കെ നമുക്ക് അത്താഴ സമയത്ത് എടുക്കാം. ഒരു 3-4 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ അത്താഴ സമയത്ത് കുടിച്ചിരിക്കണം. അതുപോലെ തന്നെ ഷുഗറിന്റെ, പ്രഷറിന്റെ, തൈറോയിഡിന്റെ ഒക്കെ ഗുളിക കഴിക്കുന്നവർക്കും അത്താഴ സമയത്ത് അത് എടുക്കാവുന്നതാണ്. പലരും ചെയ്യുന്ന ഒരു അബദ്ധമാണ് അത്താഴം കഴിക്കാതെ രാത്രി സമയത്ത് 10 മണിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങ് കിടന്നുറങ്ങും. അതുപോലെ തന്നെ മറ്റു ചിലർ അത്താഴ സമയത്ത് നന്നായിട്ട് ഭക്ഷണം എടുക്കുകയും ചെയ്യും. ഇത് രണ്ടും ശരീരത്തിനും നോമ്പ് സമയത്തിനും നല്ലതല്ല. നോമ്പ് തുറക്കുന്ന സമയത്ത് കാരക്ക വെച്ച് തുറക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിൽ ഒത്തിരി ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല എനർജിയും തരും. ഷുഗറുള്ള ആളുകൾക്കും കാരക്ക വെച്ചിട്ട് തന്നെ നോമ്പ് തുറക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ മാർക്കറ്റിൽ ഇപ്പോൾ ഒട്ടനവധി കാരക്കകൾ പഞ്ചസാര ലായനികളിൽ മുക്കിയിട്ട് അവൈലബിൾ ആണ്. അതല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ അസിഡിറ്റി ഇല്ലാത്തവർക്കാണെങ്കിൽ നാരങ്ങ വെള്ളം ഒപ്പം കുടിക്കാം. നാരങ്ങ വെള്ളം കുടിക്കുന്ന സമയത്ത് വളരെ നേർപ്പിച്ച രീതിയിലായിരിക്കണം കുടിക്കേണ്ടത്. കൂട്ടത്തിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി സഹായിക്കും. നല്ല റവ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള തരിക്കഞ്ഞി, പശുവിൻ പാലോ തേങ്ങാപ്പാലോ ഒക്കെ ഇട്ട് വെച്ചിട്ട് നല്ല നട്ട്സൊക്കെ വെച്ച്, നട്ട്സും ഗീയൊക്കെ വെച്ചിട്ട് താളിച്ചിട്ടുള്ള തരിക്കഞ്ഞി കുടിക്കാവുന്നതാണ്. ചിക്കനും കഞ്ഞിയും ചേർത്തിട്ടുള്ള സൂപ്പ് കുടിക്കാം. ഇതൊക്കെ നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നമുക്ക് എനർജിയും തരുന്ന കാര്യങ്ങളാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമയത്ത് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് കട്ട് ചെയ്തിട്ടുള്ള കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടി നോക്കണം. ഒരു 3/4 മിനിറ്റ്, 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം, നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറച്ച് മെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കണം. ആ മെയിൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി അധികം കഴിക്കാൻ പാടില്ല. വയറിന്റെ 1/3 ഭാഗം ഭക്ഷണം, അതുപോലെ തന്നെ 1/3 ഭാഗം വെള്ളം, 1/3 ഭാഗം ഒഴിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. ഈ സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് കരിച്ചതും പൊരിച്ചതും അതുപോലെ തന്നെ അധികം എണ്ണയിൽ ചേർത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. കാരണം ഇത് കടുത്ത ദഹനക്കേടും അസിഡിറ്റി ഒക്കെ നോമ്പ് സമയത്ത് നമുക്ക് ഉണ്ടാക്കും. നമ്മുടെ നോമ്പിന്റെ സമയത്ത് നല്ല സമ്മർ സീസൺ ആണ്. വെള്ളം ധാരാളം ശരീരത്തിലോട്ട് എത്തുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ നോമ്പിന്റെ മുന്നേ നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറുടെ നിർദ്ദേശം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പഞ്ചസാര ഒത്തിരി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ നോമ്പിന്റെ സമയത്ത് കഴിയുന്നത് ഒഴിവാക്കുക. എല്ലാവർക്കും നല്ലൊരു നോമ്പ് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.